സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടും. അതെ, സാധാരണയേക്കാൾ 2 മുതൽ 3 സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട്. നാളെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നൊരു സാഹചര്യമുണ്ട്. സൂര്യാഘാതം അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ തന്നെയാണോ പ്രവചിക്കുന്നത്? കൂടുതൽ മാർഗരേഖകൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടോ? ദേവിക, രാജ്യത്ത് തന്നെ ഏറ്റവും ചൂട് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന സ്ഥലമായി കേരളം മാറുകയാണ്. അതിൽ കണ്ണൂരാണ് ഏറ്റവും മുൻപിലുള്ളത്. കണ്ണൂർ എയർപോർട്ടിലാണ് 40 ഡിഗ്രി സെൽഷ്യസ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമാനമായി തന്നെയാണ് മിക്ക ജില്ലകളിലും, പ്രത്യേകിച്ച് പാലക്കാട്, കോട്ടയം, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലും താപനില ഉയരുകയാണ്. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ സാധാരണ ദിവസങ്ങളേക്കാൾ ചൂട് ഉയരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ദിവസവും നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. നിർജ്ജലീകരണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള വിശ്രമം അല്ലെങ്കിൽ നേരിട്ട് വെയിൽ കൊള്ളുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നുള്ള മാർഗനിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുകയാണ്. കൂടുതൽ വെള്ളം കുടിക്കണമെന്നൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുകൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് പലയിടങ്ങളിലും തീപിടുത്തമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. കാട്ടുതീ കൂടുതലായി ഉണ്ടാകുന്ന സാഹചര്യം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇന്നും നൽകുന്നുണ്ട്. ഇന്നലെയോടുകൂടി സംസ്ഥാനത്ത് വേനൽമഴ എത്തുമെന്നുള്ളതായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നത്. പല ജില്ലകളിലും, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ചെറിയ ചാറ്റൽ മഴയായി വേനൽമഴ എത്തിയിട്ടുണ്ട്. പക്ഷേ നാളെ മുതൽ കാര്യമായി തന്നെ മഴ ലഭ്യമാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഉൾപ്പെടെ 3 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ കാറ്റിന് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഇടവേളയ്ക്ക് ശേഷമുള്ള മഴയാണ്, അതുകൊണ്ട് തന്നെ കാര്യമായി തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. എന്തായാലും സംസ്ഥാനത്ത് ചൂട് കൂടുന്നുണ്ട്, ഒപ്പം തന്നെ നിർജ്ജലീകരണം, സൂര്യാഘാതം, സൂര്യാതാപം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ മഴ കാര്യമായി പെയ്തില്ലെങ്കിൽ വീണ്ടും ചൂട് ഉയരാനുള്ള സാധ്യതകൾ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ മുന്നറിയിപ്പും ജാഗ്രതയെ പാലിക്കണമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ദേവിക. ഓക്കെ.